നമ്മൾ യാത്ര ചെയ്തുകൊണ്ടും വായിച്ചുകൊണ്ടും ചിന്തിച്ചതുകൊണ്ടും ഉണ്ടായിട്ടുള്ള അറിവ് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓളവും തീരവും എന്നുള്ള പടം കണ്ടിട്ടുണ്ടോ? നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകൾ, പത്മനാഭൻ സാറിൻ്റെ. ഈ രണ്ട് പടത്തിനും ഒരേ കഥയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്നുള്ള പടത്തിനും മൂന്നാം പക്കത്തിന് ഇരിക്കുന്ന ഒരേ കഥയാണ്, ജസ്റ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് വന്നപ്പോൾ, ഇത് നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകളുടെ ക്ലൈമാക്സ് വന്നപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. പത്മനാഭൻ സാറിൻ്റെ അടുത്ത് എല്ലാവരും ആ ക്ലൈമാക്സ് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം അത് നമ്മൾ പറയുന്ന ഒരു റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ ഒരു സെക്ഷലി അസോൾട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കിലയാണെന്നാണ് പറയുക. പങ്കില, അവൾ കളങ്കം ചേർന്ന് പോയി. അങ്ങനെ പങ്കിലയായ ഒരു നായികയെ നായകൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നായകത്വത്തിന് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ആരൊക്കെയോ പത്മനാഭൻ സാറിൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്തു. എന്നിട്ട് അത് മാറ്റണം ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ. പത്മനാഭൻ സാർ അത് മാറ്റിയില്ല, ആ ക്ലൈമാക്സ് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് എന്തിൻ്റെ പേരിലാണ്? മുമ്പ് ഈ ക്ലൈമാക്സ് വർക്കായിട്ടുണ്ട് എന്നുള്ള അറിവിൻ്റെ പേരിലാണ്. ഉറപ്പാണ്. കാരണം അത് ഓളവും തീരവും ഉണ്ട്, സൂപ്പർ ഹിറ്റ് പടം, അതിൻ്റെ ക്ലൈമാക്സ് ഇതാ. പക്ഷേ ഓളവും തീരവും എന്നുള്ള സിനിമയും മൂന്നാം പക്കം എന്നുള്ള സിനിമയും ഒരു സിനിമയല്ല, അത് കോപ്പിയടി അല്ല. അത് മനസ്സിലായില്ലേ? അതിന് ഉണ്ടായിട്ടുള്ള സാമ്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ പത്മനാഭൻ സാർ ഓർത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ മൂന്നാം പക്കത്തിൻ്റെ ഫ്ലിപ്പാണ് അപ്പൂപ്പനെ അമ്മൂമ്മയാക്കിയതാണ് എന്ന് പറയുന്ന ഇത് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ചെയ്യില്ലായിരിക്കാം ഉള്ള സാധനം. മനസ്സിലായില്ല? അതറിയാതെ സംഭവിച്ചു പോകുന്നതായിരിക്കാം. അന്തരീക്ഷത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോകുന്ന പോലെ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് നമ്മുടെ അറിവ് കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നമുക്ക് വേറൊരു അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു ഇത്. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു സിനിമ ഞാൻ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഓ ബേബി എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ധൈര്യം ഉണ്ടാവുന്നത്. ഫോട്ടോഗ്രാഫർ എന്നുള്ള സിനിമയിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ളതൊരു സൂപ്പർ സ്റ്റാറാണ് ലാലേട്ടൻ. എവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 2000-2500 ആൾക്കാർ തടിച്ചു കൂടും ആ ഷൂട്ട് ചെയ്യാൻ പോയ സ്ഥലത്ത്. വയനാട്ടിലായിക്കോട്ടെ, നിലമ്പൂരായിക്കോട്ടെ, അവിടെയൊന്നും ഒരു സിനിമ ഷൂട്ടിംഗ് വന്നിട്ടില്ല. ലാലേട്ടൻ്റെ ആരാധകരെന്നതിൻ്റെ ഒരു ഭയങ്കര ഏരിയയാണത്. അവിടെയാണ് നമ്മൾ പോയിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ കൊണ്ട് വെർജിൻ ലൊക്കേഷൻ. അന്ന് അവിടെ അധികം ആരും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല ആ പറയുന്ന ലൊക്കേഷൻസിലൊന്നും. വെച്ചാൽ നാട്ടുകാർ സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. അപ്പോൾ ലോറിക്കും ബസ്സിനും വിളിച്ചിട്ടാണ് ആൾക്കാർ ഷൂട്ടിംഗ് സെറ്റിലേക്ക് വരുന്നത് കാണാൻ. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാടിൻ്റെ അകത്ത് പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ ഒരുപാട് ഫേസ് ചെയ്തു. കാരണം കാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആരും കാണാത്ത കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പെട്ടു പോകുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഷോട്ട് എടുത്ത് തരുന്ന അപ്പുറത്ത് ഒരുത്തുണ്ടാവും തലയിട്ട് ഇങ്ങനെ നോക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന ചില വള്ളികളും ചെടികളും ചില വള്ളിപ്പടർപ്പുകളൊക്കെയാണല്ലോ നമുക്ക് ഫ്രെയിമാണല്ലേ വേണ്ടേ. അതിലിങ്ങനെ കിടക്കുന്നൊരു വള്ളിപ്പടർപ്പ് ഉണ്ടാവും. നമ്മളിതാ ഇവിടെ എടുക്കാമെന്ന് ലൊക്കേഷൻ നോക്കി വന്ന സ്ഥലത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ചവിട്ടി പോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് പോവുക ചെയ്യുക. നമ്മുടെ ആൾക്കാർ തന്നെ ചവിട്ടിപ്പോക്കും. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ വന്നതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യം. പിന്നെ മുത്തങ്ങ സംഭവത്തിന് ഞാനെടുത്ത് സിനിമ ചെയ്യുന്ന സമയത്ത് അത് ഫ്രഷാണ്. ഇപ്പോൾ ഈ നരിവേട്ട ചെയ്യുന്നത് 20 വർഷം കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഇന്ന് അതിൻ്റെ മുകളിൽ ഫോക്കസ് ഇല്ല. അന്ന് അതിൻ്റെ മുകളിൽ ഫോക്കസ് ഉണ്ട്. ഞാനാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ചെയ്തിട്ട് ഹിറ്റായിട്ടുള്ള ഒരാളാണ്. അത് കമേഴ്ഷ്യലി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ മുത്തങ്ങ വിഷയവുമായി സിനിമ എടുക്കാൻ പോകുന്നു എന്ന് അറിയുന്ന സമയത്ത് അതിൽ ഒരുപാട് പേർക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടന്റ് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഫോറസ്റ്റ് ഉള്ള ആൾക്കാരായിക്കോട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, പാർട്ടിക്കാരായിക്കോട്ടെ, പലർക്കും അതിൻ്റെ അകത്ത് താല്പര്യമുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർ എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് അവിടെ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെന്ന് വെച്ചാൽ ഇവരെ ഉപജീവിച്ച് ജീവിക്കുന്ന ഒരുപാട് ക്ഷുദ്രജീവികളുണ്ട്. പേര് പറഞ്ഞാൽ വലിയ വലിയ പേരുകൾ പോലും ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇവർക്ക് ജർമ്മനിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വളരെ ആത്മാർത്ഥമായ ഒരു ഫീലിങ്ങോട് കൂടിയാണ് ഞാൻ ആ സിനിമ എടുക്കുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു ഫീലിങ്ങോട് കൂടി ഒരുത്തൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പണിയാൻ വരുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണ്. അവർ തന്നെ ശത്രുവായിട്ടേ കാണുന്നുള്ളൂ. ഒരു തരത്തിലും അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല അത്തരം കാര്യങ്ങളോടൊക്കെ. കാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ തീയിട്ട് ഷൂട്ട് ചെയ്തു. കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഒന്നാലോചിച്ച് നോക്കണം. കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്തു, ഫയർ എഞ്ചിനൊന്നുമില്ല, അവിടെ എത്തൂലല്ലോ. ഞാൻ ആ റൈറ്റ് ഷൂട്ട് ചെയ്തില്ലേ, തീ കത്തിക്കുന്നത് എടുത്തില്ലേ, കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ എടുത്തേ. നിങ്ങളൊന്ന് പോയിട്ടൊരു കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്തേ, നടക്കില്ലല്ലോ കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്യാൻ. എനിക്കതുപോലും നടന്നു. അതിൻ്റെ അകത്ത് ഇത്രയും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് പോലും എനിക്കതുപോലും നടന്നു. ലാലേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ കണ്ട വഴുക്കപ്പാറ മുഴുവൻ പറ്റിപ്പിടിച്ച് കയറി ചെല്ലാൻ വേണ്ടി ലാലേട്ടനെ പോലത്തെ ഒരു ആവശ്യമില്ല ലാലേട്ടന്, സൂപ്പർ സ്റ്റാർ. മനസ്സിലായില്ലേ? എൻ്റെ കൂടെ വന്നു ലാലേട്ടൻ. അങ്ങനെയൊന്നും അത് പറയലല്ലോ. അത് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ആ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ആ സിനിമയിൽ വിശ്വാസം ഉണ്ടാവുക, ആ സിനിമ ചെയ്യേണ്ടതാണെന്ന് തോന്നുക. അപ്പോഴാണല്ലോ ഇത്രയും വലിയ എഫേർട്ട് അതിന് വേണ്ടി എടുക്കുക. ഞാൻ മാത്രമല്ല, ലാലേട്ടനാണെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലത്തും ക്യാമറ പോകുന്ന സ്ഥലത്തൊക്കെ ലാലേട്ടനും പോകണമല്ലോ, വരണം.
അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ് ഇപ്പോൾ ആ പയ്യനെ കിട്ടിയില്ല, ലാസ്റ്റ് മൊമെൻ്റ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു പയ്യനെ കിട്ടുന്നില്ല, ചൈൽഡ് ആർട്ടിസ്റ്റിനെ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, നിങ്ങൾ വിരുദ്ധനഗറിലുള്ള കുട്ടികളുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന പരിചയമുള്ള കുട്ടികളുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് കുട്ടികൾ, അങ്ങനെ ആരെങ്കിലും കുട്ടികളെ എടുത്തിട്ട് ചെയ്യുക, ഒരു കറുത്ത കുട്ടിയെ കിട്ടിയാൽ പോരെ എന്നാണ് എല്ലാവർക്കും ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. പക്ഷേ എനിക്കങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവനാണ് ആ സിനിമയുടെ രക്തസാക്ഷി, അവന് വേണ്ടിയാണ് ആ സിനിമ. അതുകൊണ്ട് എത്നിക്കലി വയനാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയായിരിക്കണം അത്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിയിലേക്ക് ശ്രദ്ധ വരുന്നതോടുകൂടി വയനാട്ടിലെ ആദിവാസികളുടെ പ്രശ്നങ്ങളിലേക്കും കൂടെ ശ്രദ്ധ വരികയാണ് ചെയ്യുന്നത്. അതാണ് ആ സിനിമയുടെ പർപ്പസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു കുട്ടിയെ കിട്ടിയേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷൂട്ട് തുടങ്ങാൻ ഒരാഴ്ച ഉള്ളപ്പോൾ വരെ കുട്ടിയെ കിട്ടിയിട്ടില്ല. ഇവനെ കണ്ട് ഇവരെ എടുക്കാൻ തീരുമാനിച്ചെടുത്ത് നോക്കുമ്പോൾ ഒരു ഫോട്ടോ നിൽക്കാൻ പറഞ്ഞാൽ ഇവൻ നിന്നില്ല, അവൻ പോയി കളഞ്ഞു. കാരണം ഇവർക്ക് ഇതൊന്നും ശീലമില്ല, കണ്ടിട്ടില്ല. അവർക്ക് എന്ത് മോഹൻലാൽ, എന്ത് സിനിമ, എന്ത് മലയാളം ഒന്നുമില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പയ്യൻ എന്നിട്ട് പിന്നെ അവൻ്റെ ഒരു കസിനൊരു വേറൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ കൂടെ നിർത്തിയപ്പോഴാണ് ഒരു ഫോട്ടോ സ്റ്റില്ലെടുക്കാൻ അവൻ സമ്മതിച്ചത്. ആ ഒരു സ്റ്റില്ല് കൊണ്ട് ഞാൻ വന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ഒരിടത്തും പറഞ്ഞു ഇവനാണെന്ന്, ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ എന്ത് ധൈര്യം അത്, എവിടെ നിന്ന് ധൈര്യം വന്നതാണത്? അതായത് ഒരു ഫോട്ടോ എടുക്കാൻ നിന്ന് തന്നില്ല അവൻ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമല്ലോ ലാലേട്ടൻ ഒരു സിനിമയും കാണാത്ത സിനിമ എന്താണെന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെ അഭിനയിക്കുന്നത്. അത് മാത്രമല്ല, ലാലേട്ടൻ അങ്ങനെ ഒരു പുതിയ ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്തതും ഞാൻ തന്നെ. ശരിയാണ്. ആ പയ്യൻ്റെ ഉള്ളൊരു കാര്യത്തിലുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിനിമ പോലും അറിയാത്തൊരു പയ്യൻ, അവനെ മാധ്യമം അറിയില്ല കുട്ടിക്ക്. അല്ല, മാധ്യമം അറിയില്ല എന്നുള്ളതൊന്നല്ല ബ്രോ. അതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം അതല്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കമാൻഡ് എടുക്കാൻ അറിയില്ല. അവൻ്റെ അച്ഛൻ, നമ്മളെടുത്ത് നമ്മുടെ അച്ഛൻ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കമാൻഡ് എടുക്കാൻ, അത് ഒബേ ചെയ്യാൻ അറിയാം. അവർക്കറിയില്ല. അവർ കാട്ടുപൂക്കളെ പോലെയാണ്, കാട്ടുചെടികളെ പോലെയാണ്. കാട്ടിലെ പൂക്കളും പുഴുക്കളും പുൽച്ചാടികളൊക്കെ അവനെ പോലെ തന്നെയാന്ന് പറഞ്ഞ പോലെ അവർ. കാരണം അവർക്ക് ഒരു കമാൻഡ് എടുത്തിട്ടില്ല. ദേ ആർ നോട്ട് ടൈംഡ്. അല്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്, അനുസരണമാണ്. ലൈറ്റിൽ നിൽക്കണം, പോയിന്റിൽ നിൽക്കണം. അവിടെ നിന്നിട്ട് കരയാൻ പറയുമ്പോൾ കരയണം, ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കണം, ഡയലോഗ് പറയണം, ഡയലോഗ് ബൈ ഹാർട്ട് പഠിക്കണം. നിസ്സാര കാര്യമാണോ സിനിമയിൽ അഭിനയിക്കൽ? കൂടെ നിൽക്കുന്നത് ലാലേട്ടനാണ്. വിലപ്പെട്ട സമയമാണ്. എനിക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെയുള്ള ദിവസങ്ങൾ തന്നെ ഉള്ളൂ. അല്ലാതെ നിൻ്റെ ജീവിതത്തിൽ ഞാനിനി നിൻ്റെ സിനിമ തീർത്തിട്ട് വേറെ സിനിമയ്ക്ക് പോകുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ലാലേട്ടന്? പറ്റില്ല. സമയബന്ധിതമായിക്കൊണ്ട് ഇത് തീർക്കണം. അങ്ങനെ ഭയങ്കര ചലഞ്ചുകളുണ്ട്. അവനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ, നമ്മൾ ഇത്രയും വലിയ ക്രൂവുമായിട്ട് അവിടെ പോവുകയാണ്. സിനിമയിൽ ബന്ധപ്പെടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിൽ പല ലെവലിലുള്ള ആൾക്കാരുണ്ട്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഔട്ട്ഡോർ യൂണിറ്റും അങ്ങനെ ആയിട്ട് പല 100 ചില്ലാനും ആൾക്കാരാണ് ഇവരുടെ ഇടയ്ക്കേക്ക് പോകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകളോ, തരത്തിലുള്ള കമൻ്റ് അടിച്ചു എന്നുള്ള കംപ്ലൈൻറ്റുകളോ, അല്ല അബ്യൂസിൻ്റെ കംപ്ലൈൻറ്റുകളോ, അത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വന്നാൽ ആര് തൂങ്ങും? ഞാൻ തൂങ്ങും. ഹൈ റിസ്ക് മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ഹൈ റിസ്ക് എടുത്ത് നമ്മളത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന്. അതൊരു സ്പിരിച്വൽ എനർജിയാണ്. അല്ലെങ്കിൽ അതൊരു ഈ പറയുന്ന അന്വേഷണം, ഈ പറയുന്ന വായന, അതൊക്കെ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഞാനൊരു ഭയങ്കര ആളാണ്, ഞാൻ ഞെട്ടിക്കണം എല്ലാവരെയും എന്ന് വിചാരിച്ച് ഞാൻ ഒരു സിനിമ എടുത്തിട്ടില്ല. ഐ ഡോണ്ട് കെയർ. നിങ്ങൾ ഞെട്ടണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു സിനിമ എടുക്കുകയും എല്ലായ്പ്പോഴും ഞാൻ ഏറ്റവും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമ എന്ന് പറയുന്നത് പാമരനുള്ളതാണെന്നാണ് എൻ്റെ ഒരു ഇത്. പണ്ഡിതനുള്ളതല്ല സിനിമ. പണ്ഡിതന് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പണ്ഡിതർക്കുള്ള സിനിമകളും ഉണ്ട്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ സിനിമ എന്ന് പറയുന്നത് പണ്ഡിതനുള്ളതല്ല, സാധാരണക്കാർക്കുള്ളതാണ്. എല്ലാ സിനിമയും കാണുന്ന സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ സിനിമ. അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾ ഗൗരവമുള്ളതായിരിക്കാം, കണ്ടൻറ്റുകൾ ആഴമുള്ളതായിരിക്കാം, അതൊക്കെ വേറെ ആയിരിക്കാം. പക്ഷേ എൻ്റെ ട്രീറ്റ്മെൻറ്റും ഞാനും അതിനെ നോക്കുന്ന എപ്പോഴും സാധാരണ സിനിമ നാട്ടിൽ സിനിമ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ്റെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഞാൻ എപ്പോഴും സിനിമേനെ സമീപിക്കുന്നത്. എന്നുവെച്ചാൽ കമേഴ്ഷ്യൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ കമേഴ്ഷ്യലാണ് എൻ്റെ ചിന്തകളൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഓ ബേബി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്. അതിലും ഈ പറയുന്ന ഹീറോയിസും എടുക്കും, വലിയ അടിയും പാട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. കമേഴ്ഷ്യൽ എലിമെൻറ്റുകളാണുള്ളത്. രക്ഷാധികാരി വഴി എടുത്താലും അതെ, ഫോട്ടോഗ്രാഫർ എടുത്താലും അതെ, അതിൻ്റെ അകത്തൊക്കെ ഉള്ളത് കമേഴ്ഷ്യൽ എലിമെൻറ്റുകൾ തന്നെയാണ്. കമേഴ്ഷ്യലായിട്ട് തന്നെയാണ് ഞാൻ അതിനെ സമീപിക്കുന്നത്. അപ്പോൾ പാമരൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിവരമില്ല എന്നുള്ള നിലയ്ക്കുള്ളതല്ല. അതായത് സിനിമാറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ സിനിമ വിമർശിക്കണമെങ്കിൽ എഡിറ്റിംഗ് പഠിക്കണമെന്ന് ചോദിക്കുന്നില്ലേ, അതേപോലെ എഡിറ്റിംഗ് പഠിക്കണ്ട. പാമരന് വേണ്ടിയാണ്, എഡിറ്റിംഗ് പഠിച്ചവന് വേണ്ടിയിട്ടല്ല സിനിമ.